FCRA നിയമ ഭേദഗതിയിൽ ക്രൈസ്തവ സഭകളുടെ ആശങ്കയകറ്റാനാകാതെ BJP സംസ്ഥാന നേതൃത്വം. FCRAയെക്കുറിച്ച് നുണപ്രചാരണം നടക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി ഇന്നലെ പ്രസംഗിച്ചത്. ഇത് സഭകളുടെ ആശങ്ക പരിഹരിക്കാൻ കഴിയുന്നതല്ലെന്ന വിലയിരുത്തൽ BJP സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. ക്രൈസ്തവ വോട്ടുകൾ ഉറപ്പിക്കാൻ ശ്രമിക്കവേ FCRA വിവാദം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ആശങ്ക BJP സംസ്ഥാന ഘടകത്തിന് ഉണ്ട്. TV പ്രസാദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. TV പ്രസാദ്, ഇന്നലെ തിരുവല്ലയിലെ പരിപാടിക്കിടെ ഈ പ്രതിഷേധങ്ങളെ തള്ളി പ്രധാനമന്ത്രിയുടെ പ്രതികരണം നമ്മൾ കണ്ടു. കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നത് കണ്ടു. പക്ഷേ എതിർപ്പുയർത്തുന്ന ആശങ്കയുള്ള സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശവും മോദിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. തിരുവനന്തപുരത്ത് കിരൺ റിജിജു വിളിച്ച ചർച്ചയിലാണെങ്കിൽ എല്ലാ സഭാപ്രതിനിധികളും പങ്കെടുക്കുന്ന സാഹചര്യവും ഉണ്ടായില്ല. BJP കണക്ക് കൂട്ടുന്നത് എന്താണ്? ഒരു തിരിച്ചടി BJP പ്രതീക്ഷിക്കുന്നുണ്ടോ? TV പ്രസാദ്. റിജിത്ത്, ശ്രുതി, വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി അത് ഏറ്റവും ദോഷകരമായി ബാധിക്കുന്നത് സംസ്ഥാനത്തെ ക്രൈസ്തവരെയാണ്, ക്രൈസ്തവ സഭകളെയാണ്. കാരണം വിദേശത്ത് നിന്നുള്ള സഹായം ഉപയോഗിച്ചുകൊണ്ടാണ് പല അനാഥാലയങ്ങളും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ചലിപ്പിച്ചു പോകുന്നത്. അതിൽ ഒരു നിയന്ത്രണമുണ്ടാകുന്നു എന്ന് മാത്രമല്ല, അതിലെ പല ചട്ടങ്ങളും അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നാണ് ക്രൈസ്തവ സഭകൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. കേരളത്തിലെ സാഹചര്യം നമുക്കറിയാം. കഴിഞ്ഞ കുറേ കാലമായി ക്രൈസ്തവരെ അപ്പാടെ കൂടെ ചേർത്ത് നിർത്താനുള്ള വലിയ ശ്രമങ്ങളാണ് BJPയുടെ സംസ്ഥാന ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി ഒരുപാട് കാര്യങ്ങൾ സംസ്ഥാനത്ത് അവർ സംഘടിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പാണ് കേരളത്തിലെ നേതാക്കളുടെ പ്രതീക്ഷകളെ തന്നെ ഇല്ലാതാക്കുന്ന നിലയിലേക്ക് FCRA നിയമ ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ള ആകെ ആശ്വാസം, കഴിഞ്ഞ ദിവസം അത് ചർച്ചയ്ക്കെടുത്തില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇപ്പോഴും സഭാ നേതൃത്വം കടുത്ത പ്രതിഷേധത്തിലാണ് BJP നേതൃത്വത്തോട്. അതുകൊണ്ട് എങ്ങനെയാണ് ഇനിയിപ്പോൾ ഈ ക്രൈസ്തവരെ അനുനയിപ്പിക്കാൻ കഴിയുക എന്ന ആലോചനയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞെങ്കിലും അതൊരു പ്രതിപക്ഷ നിലപാടിനുള്ള മറുപടിയായിട്ട് മാത്രമാണ് അതിനെ ക്രൈസ്തവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു നിൽക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. കേന്ദ്രമന്ത്രി കിരൺ റിജിജു നേരത്തെ സഭാ നേതൃത്വത്തിൻ്റെ യോഗം വിളിച്ചു ചേർത്തെങ്കിലും പ്രധാനപ്പെട്ട പല സഭകളുടെയും പ്രതിനിധികൾ അതിൽ പങ്കെടുത്തില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് BJP നേതൃത്വം കാണുന്നത്. ക്രൈസ്തവ സമൂഹത്തിന് വലിയ സ്വാധീനമുള്ള മേഖലകളിൽ ഈ തിരിച്ചടി പ്രകടമാകും എന്ന് തന്നെയാണ് BJP സംസ്ഥാന നേതൃത്വം ഉറപ്പിച്ചു പറയുന്നത്. ഇക്കാര്യം കേന്ദ്ര നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് പിന്മാറാനോ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാനോ കേന്ദ്ര നേതൃത്വം തയ്യാറായില്ല എന്നുള്ളതാണ് റിജിത്ത്, ശ്രുതി. ശരി, TV പ്രസാദ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സഭകൾ കടുത്ത എതിർപ്പിൽ തന്നെയാണ്. വോട്ടെടുപ്പിന് ശേഷം ബില്ലെത്തുമോ എന്നുള്ള ആശങ്കയൊക്കെ സഭാ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അനുനയ നീക്കങ്ങൾ BJPയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. അതിനോട് പക്ഷേ അനുകൂലമായൊരു പ്രതികരണം സഭയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം.